കുറ്റിപ്പുറം ജില്ലയുടെ രൂപീകരണം സാമൂഹ്യ നീതിയുടെ അത്യാവശ്യം. നമസ്കാരം, ഞാൻ അബ്ദുള്ള. ഇന്ന് ഒക്ടോബർ 14, 2024. എന്തുകൊണ്ട് കുറ്റിപ്പുറം ജില്ല? വികസിത ജില്ല എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ കോർപ്പറേഷനുള്ള എറണാകുളത്തിനും തിരുവനന്തപുരത്തിനും 14 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമുള്ളപ്പോൾ മലപ്പുറം അനുഭവിക്കുന്നത് 16 നിയമസഭാ മണ്ഡലങ്ങളാണ്. കോട്ടയം, പത്തനംതിട്ട എന്നീ രണ്ട് ജില്ലകൾക്കും കൂടിയാണ് 14 നിയമസഭാ മണ്ഡലങ്ങൾ. അതായത് 9 കോട്ടയത്തും 5 പത്തനംതിട്ടയിലും. എന്നാൽ മലപ്പുറം ജില്ലയാകട്ടെ 16 നിയമസഭാ മണ്ഡലങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മലപ്പുറം ജില്ലയെ വിഭജിച്ചുകൊണ്ട് കുറ്റിപ്പുറം എന്ന ഒരു ജില്ല രൂപീകരിക്കേണ്ട അത്യാവശ്യം. എന്തുകൊണ്ടാണ് കുറ്റിപ്പുറം തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ ആക്സസ് ഉള്ള സൗകര്യമുള്ള ഒരു സ്ഥലമാണ് കുറ്റിപ്പുറം അല്ലെങ്കിൽ വളാഞ്ചേരി എന്നുള്ളത്. തിരൂരാകുമ്പോൾ മറ്റൊരു ഭാഗത്തും, കോട്ടയ്ക്കലാകുമ്പോൾ അത് മലപ്പുറത്തിനോട് വളരെ അടുത്തായതുകൊണ്ടാണ് കുറ്റിപ്പുറം അല്ലെങ്കിൽ വളാഞ്ചേരി എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും ഇടയിൽ വീർപ്പ് മുട്ടി നിൽക്കുന്ന തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ എന്നീ 3 മണ്ഡലങ്ങൾ കൂടി ചേർത്തുകൊണ്ട്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ, തിരൂര്, തവനൂര്, പൊന്നാനി എന്നീ മണ്ഡലങ്ങളിൽ കൂടി ചേർത്തുകൊണ്ട് ഒരു ജില്ല രൂപീകരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നാം പറയുന്നത്. ജനങ്ങളുടെ ക്ഷേമം കണക്കിലെടുത്ത് കുറ്റിപ്പുറം എന്നൊരു ജില്ല രൂപീകരിക്കാൻ ഭരണാധികാരികൾക്ക് സന്മനസ്സുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.